ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഷോപ്പുകളുണ്ടായിരുന്നു. കച്ചവടം ചെയ്ത് വെലങ്ങാട്ടങ്ങാടിയിലെ സാധാരണക്കാരായ വ്യാപാരികൾ കച്ചവടം ചെയ്തു വന്ന ഷോപ്പുകളായിരുന്നു. അതൊക്കെ പുഴയെടുത്തു കൊണ്ടുപോയി. ഇതൊക്കെ എല്ലാവരും കാണണം. ഇത് സാധാരണഗതിയിൽ പിന്നെ നമ്മളെപ്പോലെ കച്ചവടം ചെയ്ത് വരുന്ന ഒരു അങ്ങാടിയുടെ സ്ഥിതിയാണിപ്പോൾ. നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഉപജീവനമാർഗം നടത്തി കുടുംബത്തെ പോറ്റാൻ വേണ്ടി ദിവസവും കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് വ്യാപാരികൾ ഈ വെലങ്ങാട്ടങ്ങാടിയിലുണ്ട്. വെലങ്ങാട്ടങ്ങാടി നാദാപുരം നിയോജകമണ്ഡലത്തിലെ ഒരു ചെറിയ യൂണിറ്റാണിത്. പക്ഷേ നല്ല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഈ യൂണിറ്റിലെ അങ്ങാടിയുടെ സ്ഥിതിയാണിപ്പോൾ. ഈ വെള്ളം ഒഴുകി വരുന്നത്, ഈ കുത്തൊഴുക്ക് ഇപ്പോഴും വരുന്നത് മേലെ എവിടുന്നോ വരുന്ന പിന്നെ വെള്ളമാണ്. അപ്പം വെലങ്ങാട് അങ്ങാടിയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും അവസ്ഥ ഇപ്പോൾ ഇതാണ്. നിശേഷം തകർന്നു പോയ ഒരുപാട് ഷോപ്പുകൾ, തകരാത്ത ഷോപ്പുകൾ കൂടെ വെള്ളം ഇറങ്ങി അവരുടെ മുതലുകൾ കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ട്. ഈ വെലങ്ങാട്ടങ്ങാടിയിലേക്ക് ഇപ്പോഴും മേലെ നിന്ന് വരുന്ന വെള്ളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുഴയും പുഴയോടനുബന്ധിച്ച് ഈ ഒരു പുഴക്കരയാണ് ഈ ടൗൺ. ഇപ്പോൾ ടൗണും പുഴയും ഒന്നായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചെറു കണക്കെടുപ്പ് ഇവിടെ നടത്തുകയാണ്. പക്ഷേ നമ്മൾ കണക്കെടുത്തത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും ആവാൻ പോകുന്നില്ല. ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിതി നിങ്ങളൊക്കെ കാണണം. വന്ന് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റൂ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ചെറുകിട കച്ചവടക്കാരുള്ള ഒരങ്ങാടിയാണ് വെലങ്ങാട്ടങ്ങാടി. അതിൻ്റെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് പിന്നെ ബിനോയും ജനറൽ സെക്രട്ടറി റെനിയുമാണ് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ കെയുമായി സംസാരിക്കുന്നത്. അപ്പോൾ അവർ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നഷ്ടങ്ങളുടെ കണക്ക് ജില്ലാ കമ്മിറ്റി മുമ്പാകെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ പുഴയെടുത്തുകൊണ്ട് പോയ ഷോപ്പുകളാണ്. പുഴയാണ് ഇപ്പോഴും പിന്നെ പുഴയുടെ ഒഴുക്കിന് ഒരു ശമനവുമില്ല. നല്ല രീതിയിലുള്ള ഒഴുക്ക് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോഴത്തെ റോഡ് കംപ്ലീറ്റ് നിശേഷം